ഈ സാധാരണ ഹരീഷ് കണാരൻ എന്ന സിനിമയിൽ നമ്മൾ എൻട്രി ആവുമ്പോൾ നമ്മളെല്ലാവരും ചിരിക്കും. പുള്ളിയുടെ ഭാഷ കൊണ്ടും പുള്ളിയുടെ ശരീരം, മൊത്തത്തിലുള്ള ഒരു ആക്ടിങ്, ഒരു ഹ്യൂമർ, ഭയങ്കരമായിട്ട് ഹ്യൂമർ, ആൾക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ് പ്രസന്റേഷനും ഒക്കെയാണ്. പക്ഷെ അതിലെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഹരീഷ് കണാരൻ എന്ന, അതായത് പുരുഷോത്തമൻ എന്ന പട്ടിപ്പലിശക്കാരൻ ഇതിൽ വന്നിരിക്കുന്നത്. അത് ഭയങ്കര ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു വിധത്തിലുള്ള ഒരു ഹ്യൂമറും കാര്യങ്ങളും, ചിരിയിലൂടെ വരുന്ന ആണ് സംസാരമെങ്കിലും പോലും, പക്ഷെ പ്രവൃത്തി ഭംഗിയും ഭയങ്കര ഒരു ഇതാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വില്ലനിസം ഉണ്ട് മുഖത്ത്. ശരിയല്ലേ? ശരി 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 ഓക്കെ. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഹരീഷ്. നല്ല ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് ഹരീഷ് കണാരന്റെ. ഭയങ്കര തമാശയൊക്കെ പറയുകയാണെങ്കിൽ റിയൽ ലൈഫിൽ ഭയങ്കര അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട്. അതല്ലേ നല്ലത്. ഈ കഥാപാത്രം കോമഡി ആയിട്ട് തന്നെയാണോ, എങ്ങനെയാണ് ഈ കഥാപാത്രം പറഞ്ഞു തന്നത്? ആദ്യം ആരാണ് വിളിച്ചത്? ഹരീഷേട്ടന്റെ സിനിമയിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്തായിരുന്നു? ഈ സിനിമയ്ക്കകത്ത് വിളിച്ചത് ഹരീഷേട്ടൻ തന്നെയാണ്. എന്നോട് ഇങ്ങനെ ആദ്യമേ ഇതിന്റെ കഥ പറയുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോ ഇതൊരു കോമഡി ക്യാരക്ടർ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കുറേ ഇമോഷണലി കുറേ സംഭവങ്ങൾ ഉള്ള ഒരു സിനിമയ്ക്കകത്ത് ഹരീഷേട്ടൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൽ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്ന ഒരു കഥാപാത്രമാണ്. അതെനിക്ക് കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ആ ഒരു സിനിമയുടെ കുറേ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു, ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ എനിക്ക് ഹരീഷ് ചേട്ടനോടൊപ്പം ഞാൻ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് അദ്ദേഹം ഒരു, നമ്മൾ കുറേ കണക്ക് മാഷിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കണക്ക് മാഷിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ഉള്ള സീനുകളെല്ലാം ഹരീഷ് ചേട്ടനൊപ്പമുള്ള സീനുകളായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു സെറ്റിലും ഒക്കെ. പറഞ്ഞില്ല നിർമ്മലയുടെ ക്യാരക്ടർ ഇത് പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആണോ? എപ്പോഴും നമ്മൾ എന്നും ഒരു മീറ്റർ നിന്ന് വിട്ടുപിടിക്കുമ്പോ വിവരമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആഗ്രഹമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണമെന്ന്. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ, ഈ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ചിലർ ചോദിക്കും എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിച്ചുകൂടെ എന്ന് ചോദിക്കും. നമ്മൾ മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ആരെയും വിളിച്ച് തരണ്ടേ? അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റിയത് ഒരു ഹരീഷേട്ടനും ഞാനും മാത്രമുള്ള സീൻ. അപ്പോൾ ഹരീഷേട്ടൻ്റെ കൂടെ ഒരു കാറിൽ ഇരുന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ ഹരീഷേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീറ്ററും കുറച്ച് ഓവർ എന്തെങ്കിലും ഒരു മിമിക്രി എന്നുള്ള രീതി നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞിടാൻ നോക്കിയാൽ പോലും അത് ഇടാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ഹരീഷേട്ടൻ അത് വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്തിട്ട് ആ സീൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹരീഷേട്ടൻ അത് ഭദ്രമാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് അഥവാ ഇനി അത് ഭദ്രമാക്കിയിട്ടില്ല എൻ്റെ ഫോൾട്ടല്ല, ഹരീഷേട്ടൻ്റെ പ്രശ്നം മാത്രമായിട്ട്. എന്തായാലും ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഞാൻ അഭിനയിക്കാതെ ഇതിൽ അഭിനയിച്ചിട്ടില്ല, പുറമെ സിനിമ കാണാമെങ്കിൽ ആ കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് അത് കിട്ടിയത്. താങ്ക് യു. എനിക്ക് വളരെ കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി ഹരീഷേട്ടനാ പറയേണ്ടത് എന്തായിരുന്നു എന്നുള്ളത്. കണക്കുമാഷ് നല്ലതായിരുന്നു അതോ ഭയങ്കര? കണക്കുമാഷ് നമ്മള് ഹരീഷേട്ടനെ ഇതുവരെ നമ്മൾ കണ്ട കുറെ മൂവീസ് അല്ലെ, മലയാളത്തിലാണെങ്കിലും തമിഴിലും തെലുങ്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഹരീഷേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാണാത്ത മറ്റൊരു കഥാപാത്രമാണ് ഹരീഷേട്ടൻ ഇതില് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നേരത്തെ ഹരീഷേട്ടൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കിട്ടേണ്ടതായിരുന്നു. നിശ്ചയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മൂന്നുപേരുടെയും ചർച്ചയിലൂടെയാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളിലേക്കും വന്നു ചേർന്നത്. ആദ്യത്തെ ആലോചനകളിൽ സംഭവിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ വന്ന് അഭിനയിച്ചിട്ടുള്ളതും ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ നിഷയുടെ ക്യാരക്ടർ നിഷ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഫൈനൽ കട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്യാമിനോട് പറയായിരുന്നു, നിഷയോട് നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ ചില മൈല്യൂട്ടായ ചില സന്ദർഭങ്ങളൊക്കെ. പിന്നെ ഇതിൽ തന്നെ ആ ടീസറിൽ ഉപയോഗിച്ച ഒരു 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 സംഭാഷണമുണ്ട്, അത് ശാന്തൻ എഴുതി വെച്ച് ഭയങ്കര മനോഹരമായിട്ട് തോന്നിയൊരു സംഭാഷണം എനിക്കത്. നിഷയോട് പറയുന്ന ഒരു സംഭാഷണം
എന്താ നീ അമ്പലത്തിൽ പോയില്ലേ? എനിക്ക് പ്രാർത്ഥിച്ചു മടുത്തു. എമ്മനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പം അവസാനത്തെ ചോദ്യത്തിനായിരിക്കും മൂപ്പര് ഉത്തരം തരുക. അവസാനത്തെ ചോദ്യം നമുക്ക് ഏതാണെന്ന് അറിയില്ലാത്ത ഒരു പ്രശ്നം. ഭയങ്കര മനോഹരമായിട്ട് തോന്നിയ ഒരു സാധനം. നമ്മളൊക്കെ ജീവിതത്തിൽ അതേ പറഞ്ഞ കണക്കുകൂട്ടലുകളുടെ ഒരു വലിയ ജീവിതം ഒരു സംഗതിയാണ്.